ഹലോ വെൽക്കം ടു സാലി കിച്ചൺ. ഇന്നൊരു 2 മിനിറ്റിൽ ചെയ്യാൻ പറ്റുന്നൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. ബ്രെഡും മുട്ടയും വെച്ചിട്ട് നല്ലൊരു സ്പൈസി ആയിട്ടുള്ള സ്നാക്ക്. ഇതിൻ്റെ തന്നെ ഒരു സ്വീറ്റ് വേർഷൻ ഞാൻ ചെയ്തിട്ടുണ്ട്. കുറേ മുമ്പേ ചെയ്തതാണ്, പക്ഷേ ഒരുപാട് പേര് കണ്ട ഒരു റെസിപ്പിയാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം, കാണാത്തവരെന്തായാലും കാണണം. ഇതും അതുപോലെ തന്നെ നല്ല ഈസിയാണ്, 2 മിനിറ്റ് മതി. സ്പൈസി സ്നാക്സൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ എങ്ങനെയാണ് ചെയ്തെടുക്കാൻ നോക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യണം, നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. അതുപോലെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ആദ്യം തന്നെ ഞാനൊരു ബൗളിൽ 2 മുട്ട, അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു അര സവാള കട്ട് ചെയ്തത്, നിങ്ങളുടെ എരിവ് പോലെ പച്ചമുളക് എടുക്കുക. ഞാനിപ്പോൾ 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില കട്ട് ചെയ്തത്, അതുപോലെ കുറച്ച് മല്ലിയിലയും കൂടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 1/2 ടീസ്പൂണോളം മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്കിതൊരു ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ബ്രെഡ് നമുക്ക് ചേർത്ത് കൊടുക്കണം. ഒരു 6 സ്ലൈസ് ബ്രെഡാണ് ആവശ്യം വരിക. ബ്രെഡ് മിക്സിയിൽ ഇട്ടിട്ട് പൊടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമ്മുടെ കൈ വെച്ചിട്ട് പിച്ചെടുക്കുമല്ലോ, അങ്ങനെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ ഈ ഒരു എടുത്ത അളവിനാണ് പറഞ്ഞത്, 6 സ്ലൈസ്. നമുക്കൊരു ടൈറ്റ് ആയിട്ടുള്ള മാവാണ് വേണ്ടത്, അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ബ്രെഡ് എടുക്കണം. നിങ്ങൾ മുട്ടയുടെ അളവ് കൂട്ടുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ബ്രെഡിൻ്റെ അളവും കൂടും. നമുക്ക് കൈ വെച്ചിട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം. കൈക്കൊന്നും ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ നല്ല ടൈറ്റ് ആയിട്ടുള്ള ഒരു മാവാക്കി എടുക്കാം. ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ നമുക്കിത് ഷേപ്പ് ചെയ്തെടുക്കാം. ഷേപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കാര്യമായിട്ട് ഷേപ്പ് ആക്കിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. കൈ വെച്ചിട്ട് നമ്മൾ ഉള്ളിവടക്കൊക്കെ ചെയ്യുന്നത് പോലെ നുള്ളി ഇട്ടാൽ മതി. ഇപ്പം ഞാൻ റൗണ്ടാക്കിയിട്ട് ചെയ്തെടുക്കുകയാണ്. റൗണ്ടായിട്ടാണെങ്കിൽ റൗണ്ടായിട്ട് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കട്ട്ലേറ്റിൻ്റെ ഷേപ്പ് വേണമെങ്കിൽ അങ്ങനെ ആക്കിയെടുക്കാം. ഫ്രൈ ചെയ്യാനുള്ള ഓയിൽ ചൂടായി വന്നാൽ ഒരു മീഡിയത്തിൽ വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച ബോൾസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഒരു സമയം ഒരു 4-5 എണ്ണം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു മീഡിയത്തിൽ വെച്ചിട്ട് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ആദ്യം നമ്മൾ ഓംലെറ്റിൻ്റെ മിക്സ് ഉണ്ടാക്കിയിട്ട് അതിൽ ബ്രെഡ് മിക്സ് ചെയ്തിട്ടാണ് ഈ ഒരു ബോൾസ് ഉണ്ടാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിന് വേണമെങ്കിൽ നമുക്ക് ഓംലെറ്റ് ഉണ്ടാകുന്ന വിളിക്കാം, പേരെന്ത് വേണമെങ്കിലും ഇടാം. 2 മിനിറ്റ് മതി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. സെർവ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പും കൂടി ഉണ്ടെങ്കിൽ സൂപ്പറായിരിക്കും, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്